നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. മണ്ണുത്തി സ്നേഹദീപ്തി സ്പെഷ്യൽ സ്കൂൾ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പുല്ലാനിക്കാട് പുന്നംപറമ്പ് BMBC റോഡ് നിർമ്മാണോദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. ഉല്ലൂരിലെ അംഗീകൃത അറവുശാലകളിൽ നിന്ന് അറക്കാത്ത മാംസം പിടികൂടി ആരോഗ്യവകുപ്പ്. മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ സംയുക്ത തിരുനാളിന്റെ അലങ്കാര ദീപ സ്വിച്ച് ഓൺ കർമ്മം വടക്കാഞ്ചേരി SI K ശരത് നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. മണ്ണുത്തി സ്നേഹദീപ്തി സ്പെഷ്യൽ സ്കൂൾ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. സുപ്പീരിയർ ജനറൽ ഓഫ് സെമരിറ്റിയൻ സിസ്റ്റേഴ്സ് സിസ്റ്റർ അൽഫോൻസ അധ്യക്ഷം വഹിച്ചു. സിസ്റ്റർ പുഷ്പം റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഫാദർ ജോൺസൺ അന്തിക്കാട് സുവനീർ പ്രകാശനം ചെയ്തു. കൗൺസിലർ രേഷ്മ ഹേമേജ് ആശംസകൾ നേർന്ന് സംസാരിച്ചു. സ്നേഹദീപ്തി കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ കൊച്ചുത്രേസ്യ വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു. സിസ്റ്റർ റീത്ത, ഫാദർ ലിൻസൺ തട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. സിസ്റ്റർ ലിയോ തോമസ് സ്വാഗതവും സിസ്റ്റർ ബിൽഹ നന്ദിയും പറഞ്ഞു. എന്ന് പറഞ്ഞിരുന്നതാണ്. ഇന്ന് തൃശ്ശൂർ മലയാളത്തിൻ്റെ ഭാവഗായകനായിട്ടുള്ള P. ജയചന്ദ്രൻ ഔപചാരികമായി വിട നൽകുകയാണ്. രാവിലെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബഹുമതിയോടെ തുടർന്ന് ഇരിഞ്ഞാലക്കുടയിൽ കൂടി എത്തിച്ച് അദ്ദേഹത്തിൻ്റെ ജന്മനാടായിട്ടുള്ള എറണാകുളത്തിലേക്ക് കൈമാറേണ്ട വളരെ പ്രധാനപ്പെട്ട ചടങ്ങിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ പങ്കെടുക്കേണ്ടതായി വന്ന ഒരു സാഹചര്യത്തിലാണ് സ്വാഗത പ്രസംഗം ആരംഭിച്ച് കുറച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എത്തേണ്ടതായിട്ടുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഇത്തിരി നേരം വൈകിയതിന് ഞാൻ എല്ലാവരോടും ക്ഷമാപണം ചോദിക്കുകയാണ്. കാരണം സ്നേഹദീപ്തി സ്പെഷ്യൽ സ്കൂളും ഇവിടെ ആസ്ഥാനമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സെമരിറ്റിയൻ സിസ്റ്റേഴ്സും ജീവിതവുമായി വളരെയേറെ ബന്ധമുള്ള ഒരു സന്യാസി സമൂഹവും അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്കൂളുമാണ് എന്നുള്ളതുകൊണ്ട് ഇവിടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ നടക്കുമ്പോൾ ഞാനൊരു അതിഥിയല്ല, ആതിഥേയൻ കൂടിയാണെന്നുള്ളത് കൊണ്ട് കുറച്ചുകൂടി നേരത്തെ എത്താനുള്ള ചുമതലയുണ്ട്. സത്യത്തിൽ ഞാൻ ഈ സ്പെഷ്യൽ സ്കൂളിൽ തങ്ങളുടെ കുട്ടികളെ പറഞ്ഞയക്കുന്ന രക്ഷകർത്താക്കൾ അതിനേറെ പകൽ സമയം പൂർണ്ണമായി നേരത്തെ കോണിക്കരച്ചൻ സൂചിപ്പിച്ചതുപോലെ അവരുടെ ഇംഗിതങ്ങൾക്ക് വിധേയമായി അവരെ വളരെ പുരോഗമനപരമായിട്ടുള്ള ശരിയായ വഴികളിലേക്ക് നടത്തുന്ന അവരുടെ അധ്യാപകർ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ ഘട്ടത്തിലും ഡിഫറൻ്റ്ലി ഏബിൾഡായിട്ടുള്ള ഈ പൊതുസമൂഹത്തിൻ്റെ മക്കളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സൂക്ഷിക്കുന്ന സിസ്റ്റർമാരടക്കമുള്ള സന്യാസി സമൂഹം യഥാർത്ഥത്തിൽ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് മുമ്പ് കേരള സംസ്ഥാന സർക്കാരിന് വേണ്ടി നമ്മുടെ ഈ മക്കളെ പോറ്റുന്ന സിസ്റ്റേഴ്സിനെ, അധ്യാപകരെ, എല്ലാ ഇംഗിതങ്ങളോടും കൂട്ടുചേർന്ന് നിൽക്കുന്ന അവരുടെ രക്ഷകർത്താക്കളെ ഒരു ബിഗ് സല്യൂട്ട് നൽകാൻ ഞാൻ ഈ അവസരം ആദ്യമായി ഉപയോഗിക്കുകയാണ്. അത്ര വലിയ ഒരു പ്രവർത്തനമാണ് ജീവിതം സ്വയം ഒഴിഞ്ഞു വെച്ചുകൊണ്ട് അവർ നടത്തുന്നത്.
പുല്ലാനിക്കാട് മംഗലം പുന്നമ്പറമ്പ് BMBC റോഡ് നിർമ്മാണോദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. വടക്കാഞ്ചേരി തെക്കുംകര ഗ്രാമപഞ്ചായത്തിനെയും വടക്കാഞ്ചേരി നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയായ പുല്ലാനിക്കാട് മംഗലം പനങ്ങാട്ടുകര പുന്നമ്പറമ്പ് റോഡ് BMBC നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പ്രവൃത്തികളുടെ നിർമ്മാണോദ്ഘാടനം ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. മംഗലം സാഫല്യം ഓഡിറ്റോറിയത്തിൽ വെച്ച് വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കുന്നംകുളം MLA AC മൊയ്തീൻ വിശിഷ്ടാതിഥിയായി. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ സ്വാഗതം പറയുകയും പൊതുമരാമത്ത് നിരത്തുകൾ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹാരിഷ് S റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. സംസ്ഥാന പാത 22നെയും പീച്ചി വാഴാനി ടൂറിസം കോറിഡോറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയായ പുല്ലാനിക്കാട് മംഗലം പനങ്ങാട്ടുകര പുന്നമ്പറമ്പ് റോഡ് BMBC നിലവാരത്തിൽ നിർമ്മിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ബജറ്റിൽ വകയിരുത്തിയ 7.34 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചത്. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ മേൽപ്പാലം റോഡിൽ നിന്ന് ആരംഭിച്ച് മംഗലം പനങ്ങാട്ടുകര തെക്കുംകര വഴി പുന്നമ്പറമ്പ് സെന്റർ വരെയുള്ള 5.26 കിലോമീറ്റർ ദൂരം റോഡാണ് ഇപ്പോൾ BMBC നിലവാരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഒരുങ്ങുന്നത്. 18ഓളം കല്ലുങ്കുകളും 500 മീറ്റർ ദൂരത്തിൽ കാന നിർമ്മാണവും 400 മീറ്റർ പാർശ്വ സംരക്ഷണ ഭിത്തി നിർമ്മാണവും റോഡ് സുരക്ഷാ പ്രവൃത്തികൾ KSEB, KWA എന്നിവയുടെ യൂട്ടിലിറ്റി ഫിറ്റിംഗ് ഉൾപ്പെടെയുള്ള ഒന്നാംഘട്ട പ്രവൃത്തികൾക്ക് 5.53 കോടി രൂപയുടെ സാങ്കേതിക അനുമതിയാണ് ലഭിച്ചിരിക്കുന്നത്. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, തെക്കുംകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, വടക്കാഞ്ചേരി നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന ശശി, ജനപ്രതിനിധികളായ ലില്ലി വിൽസൺ, SAA ആസാദ്, നബീസ നാസർ, VS ഷാജു, C സുരേഷ്, K രാമചന്ദ്രൻ തുടങ്ങിയവരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ KD ബാഹുലയൻ മാസ്റ്റർ, സെലക്ട് മുഹമ്മദ്, VC ജോസഫ് മാസ്റ്റർ, നിത്യാസാഗർ എന്നിവരും വ്യാപാരി പ്രതിനിധികളായ അജിത് കുമാർ മല്ലയാം, NG സന്തോഷ് ബാബു തുടങ്ങിയവരും ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. പൊതുമരാമത്ത് വകുപ്പ് നിരത്തുകൾ വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ വിനീത് PN യോഗത്തിൽ നന്ദിയും രേഖപ്പെടുത്തി. വഴിയുടെ സ്ഥലം മാത്രമുള്ള റോഡായിരുന്ന ഇത് നാട്ടുകാരുടെ ശ്രമഫലമായിട്ടാണ് വീതി കൂട്ടിയതൊരു ഘട്ടത്തിൽ. അപ്പോഴും എല്ലാ സ്ഥലത്തും 8 മീറ്റർ വീതിയില്ല. ഒരു വാഹനം കടന്നു പോകാനുള്ള സൗകര്യം ഉണ്ടാക്കിയത് പുന്നമ്പറമ്പ് മുതൽ പള്ളി വരെ എല്ലാ സ്ഥലത്തും സന്നദ്ധ പ്രവർത്തകരുടെ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് വീതി എടുത്തത് എന്ന് നമുക്കറിയാം. ആ റോഡ് പിന്നീട് കാലക്രമേണ 5 മീറ്ററിനടുത്ത് വീതിയുള്ള ടാറിംഗ് പതനമുള്ള റോഡായി മാറി. ധാരാളം ഗതാഗത സൗകര്യങ്ങളുണ്ടായി. ഈ റോഡിൽ നിന്നുള്ള പല അനുബന്ധ റോഡുകളും ഒന്നും മച്ചാടും വടക്കാഞ്ചേരിയുമായി റെയിൽവേ സ്റ്റേഷനുമൊക്കെയായി ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡായി മാറി. എല്ലാ റോഡുകളും മെച്ചപ്പെട്ട സാങ്കേതികവിദ്യയുടെ ഭാഗമായി നിർമ്മിക്കുമ്പോൾ ഈ റോഡും ആ രീതിയിലാകണം എന്നുള്ള നാട്ടുകാരുടെ ആവശ്യവും അവരഭിപ്രായവുമാണ്. ഇങ്ങനൊരു പദ്ധതി ഉണ്ടാകണം, അതിനാവശ്യമായ പരിപാടികൾ തുടങ്ങി വെച്ചത്. ഇപ്പോൾ 5 കോടിയിൽ പരം രൂപയ്ക്കാണ് ഇതിൻ്റെ ടാറിംഗ്, കലുങ്കുകളുടെ നിർമ്മാണം, കുറച്ച് സ്ഥലത്ത് സൈഡ് പ്രൊട്ടക്ഷൻ, യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് തുടങ്ങിയവ നടക്കുന്നത്. തെക്കുംകര പഞ്ചായത്തിലും വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലും ആയി എല്ലാ റോഡുകളും BMBC നിലവാരത്തിലേക്ക് ഉയരും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് ഞാൻ സൂചിപ്പിക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട റോഡാണ് നമ്മുടെ വേലൂര് കേച്ചേരി റോഡ്. അത് BMBC നിലവാരത്തിലേക്ക് ഉയർന്നു. അതുപോലെ തന്നെ നമ്മുടെ അത്താണിയിൽ നിന്നും കുതിരുത്തി വഴി കോട്ടപ്പുറത്തേക്ക് കിടക്കുന്ന റോഡ് കുന്നംകുളം മണ്ഡലത്തിൻ്റെ ഭാഗം തീർന്നു. നമ്മുടെ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് നേരത്തെ റിപ്പോർട്ടിൽ വെച്ചത് 4.5 കോടി രൂപയുടെ. അപ്പോൾ അത് തീർന്നു. പിന്നെ നമുക്കുള്ളത് ROBയുടെ ഭാഗമായി വരുന്ന ചില ഭാഗങ്ങളാണ്. അതിലൊരു ഭാഗം ഇതിൽ തീരും, 250 മീറ്റർ. ROB ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ അത്താണിയിൽ നിന്നും കുറ്റിയങ്കാവ് വഴി പാർലിക്കാട്ടേക്ക് കിടക്കുന്നത് പഴയ ROB റോഡ് എന്നാണ് പറയുക. ഒപ്പം തന്നെ നമ്മുടെ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് മുതൽ നമ്മുടെ ഈ പള്ളി വരെ വരുന്ന ആ റോഡും പഴയ ROB റോഡ് എന്നാണ് പറയുക. അപ്പോൾ ഇത് നേരത്തെ ഞാൻ ഒന്നുകൂടി മനസ്സിലാവാൻ പറയാം. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പ്രത്യേകിച്ച് വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ ഈ ഒരു
ഘട്ടത്തിൽ കഴിഞ്ഞ 3.5 കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശന് യാത്രയയപ്പ് നൽകി. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി 4 വർഷം പൂർത്തിയാക്കിയ ഡോക്ടർ MK സുദർശന് തൃശൂർ നീരാഞ്ജലി ഹാളിൽ വെച്ച് കൃത്യമായ യാത്രയയപ്പ് നൽകി. ജനുവരി 15-ന് പ്രസിഡന്റിന്റെ കാലാവധി പൂർത്തിയാകും. തൃശൂർ MLA P. ബാലചന്ദ്രൻ യാത്രയയപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തു. ബോർഡ് അംഗം MB മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ദേവസ്വം കമ്മീഷണർ ഉദയകുമാർ SR സ്വാഗതം പറഞ്ഞു. ബോർഡ് അംഗം പ്രേംരാജ് ചൂണ്ടാലത്ത് പൊന്നാട അണിയിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ പൂർണിമ സുരേഷ്, ദേവസ്വം സെക്രട്ടറി P. ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ K. സുനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർമാർ, ദേവസ്വം മാനേജർമാർ, ദേവസ്വം ഓഫീസർമാർ, വിവിധ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ ഉപഹാരങ്ങൾ സമ്മാനിച്ചു. ഒല്ലൂരിൽ അംഗീകൃത അറവുശാലകളിൽ അറക്കാത്ത മാംസങ്ങൾ പിടികൂടി. തൃശൂർ കോർപ്പറേഷൻ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് മിന്നൽ പരിശോധന ശനിയാഴ്ച പുലർച്ചയ്ക്കാണ് ഒല്ലൂർ മത്സ്യ മാർക്കറ്റിൽ നിന്നും മാംസങ്ങൾ പിടിച്ചെടുത്തത്. അറവുശാലയിൽ അറക്കാതെ സ്വയം മാർക്കറ്റിൽ വെച്ച് അറക്കുന്നു എന്ന് നിരവധി പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ചത്ത പോത്തുകളെ അറക്കുന്നത് പിടിച്ചെടുത്തത്. സംഭവത്തിൽ കൂടുതൽ പരിശോധനകൾ ഉണ്ടാകുമെന്ന് തൃശൂർ കോർപ്പറേഷൻ ആരോഗ്യവകുപ്പ് പറഞ്ഞു. തൃശൂർ കുരിയച്ചിറ അറവുശാലയിൽ അറക്കാതെ ചിലർ സ്വയം അറവു നടത്തിയ ഒല്ലൂർ മാർക്കറ്റ്, പടവരാട് എന്നീ സ്ഥലങ്ങളിലാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. പിടിച്ചെടുത്ത മാംസം നശിപ്പിച്ചു കളയുമെന്നും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. തലപ്പിള്ളി NSS താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ യൂണിയൻ ഓഡിറ്റോറിയത്തിൽ ആതിര മഹോത്സവം അരങ്ങേറി. പ്രസിഡന്റ് P. ഋഷികേഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് K. രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് താലൂക്ക് പ്രസിഡന്റ് K. ഗോപാലൻ മുഖ്യപ്രസംഗം നടത്തി. വനിതാ സമാജം പ്രസിഡന്റ് P. കുമാരി പറചൊരിയൽ നടത്തി. നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവർ അനുകരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് സന്തോഷം തരുന്ന കാര്യമാണ്. നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ ജീവിത ശൈലിക്കും എന്തുകൊണ്ടും യോജിച്ച ഒരു നൃത്ത രൂപം തന്നെയാണ് തിരുവാതിരക്കളി. ഇപ്പോൾ ഒരു പരിധിവരെ അതൊരു സ്റ്റേജ് ഐറ്റമായി മാറിക്കൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വീടുകളിൽ നമ്മുടെ ശ്രീ ഭഗവതിക്ക് വെക്കുന്നു, ഏകാദശി നോക്കുന്നു എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു ചടങ്ങ് തന്നെയായിരുന്നു ഒരു കാലത്ത് തിരുവാതിര കളി. ശ്രീമതേ സത്യധർമ്മിണേ ശങ്കര പ്രിയ നന്ദനാം നന്ദിനി സ്നേഹസാരമേ ചിന്തളേ പദമെന്നുമാശ്രയം ശ്രീമതേ സത്യധർമ്മിണേ ബാലഗണപതി തന്റെ നർത്തനം കണ്ടു പോരാടായും ഈരിയാവിലും തരമാറ്റത്തിൽ ഇവയെല്ലാം ചെയ്ത പൂജ ചെയ്തിടും ശ്രുതി തെല്ലും പിഴയ്ക്കാതെ പാട്ടുപാടിടുവാനായി ആശ്രിതയാമിന്റെ നാം പതിവായി ഞാൻ തവ പാദം വണങ്ങിടാം ഭഗവതിവാകാൻ തുണയ്ക്ക വേണം പനച്ചിക്കാട്ടമരുന്ന ദേവി മൂകാംബികെ അടിയങ്ങളിതാ. ഇനിയൊരു ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ.
വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ, റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം, ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്തത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയനൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ഇന്നും നാളെയും ആഘോഷിക്കും. തിരുനാളിന്റെ ഭാഗമായി ദേവാലയത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം വടക്കാഞ്ചേരി SI K ശരത് നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ സിബി ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ഇന്ന് രാവിലെ 6:15 ലതീൻ, വിശുദ്ധ കുർബാന, നൊവേന എന്നീ തിരുകർമ്മങ്ങൾക്കു ശേഷം ആഘോഷമായ കൂടുതുറക്കൽ ശുശ്രൂഷ നടന്നു. പഴുവിൽ ഫൊറോന വികാരി റവറൻ ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ മുഖ്യ കാർമ്മികനായി. തുടർന്ന് വീടുകളിലേക്ക് അമ്പ്, വള, ലില്ലി എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. തിരുനാൾ ദിനമായ നാളെ രാവിലെ 6:30 വൈകിട്ട് 3:30 വിശുദ്ധ കുർബാനകൾ നടക്കും. രാവിലെ 10 നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജോഷി കണ്ണമ്പുഴ മുഖ്യ കാർമ്മികനാകും. സന്ദേശവും ഉണ്ടാകും. ഉച്ചയ്ക്ക് 3:30 നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണം, വർണ്ണമഴ, തിരുമുറ്റമേളം തുടങ്ങിയവ നടക്കും. തിങ്കളാഴ്ച രാവിലെ 6:15 വിശുദ്ധ കുർബാന, മരിച്ചവരുടെ ഓർമ്മ ആചരണം. വൈകിട്ട് 6:30 കൊച്ചിൻ നവദർശൻ അവതരിപ്പിക്കുന്ന സെന്റോ മെഗാ ഷോ നടക്കുമെന്ന് വികാരി ഫാദർ സെബി ചിറ്റിലപ്പള്ളി, ജനറൽ കൺവീനർ സേവിയർ പാണേങ്കാടൻ, ജോണി ചിറ്റിലപ്പള്ളി, VP സാജോ തുടങ്ങിയവർ അറിയിച്ചു. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണാനില്ല. ഞാൻ കാസർഗോഡാണ് ബേസിക്കലി. അപ്പോൾ ഈ നാട്ടിലെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പേ ഒരു പൂവലൊരു വള്ളിയിൽ പോയിരുന്നു. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടു. നല്ലൊരു പരിപാടിയാണ്. എന്താണെങ്കിലും എല്ലാവർക്കും തിരുനാൾ ആശംസകൾ തരുന്നു.
പിന്നെ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരും എല്ലാവർക്കും ഒന്നുകൂടി തരുന്നു. അതേ ഉള്ളൂ. നാട്ടിലെ സഹോദരങ്ങളെ, 2025 ഞങ്ങളെ സംബന്ധിച്ച് ഒരു പുതുവർഷമാണ്, ഒരു പ്രത്യാശയുടെ ഒരു വർഷമാണ്. പോപ്പ് ഫ്രാൻസിസ് ഇത് പ്രത്യാശയുടെ വർഷമായിട്ട് ലോകമെമ്പാടും ആചരിക്കണം, ആഘോഷിക്കണം എന്ന് പറഞ്ഞു എല്ലാ തിരുനാളുകളും ഈ ജനുവരി മാസത്തിൻ്റെ ആദ്യ ആഴ്ചയിൽ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. മച്ചാട് സെൻറ് ആന്റണീസ് ദേവാലയത്തിൽ ഈ 9 ദിവസത്തെ നവനാൾ പ്രാർത്ഥന ആരംഭിച്ചു. ഇന്ന് അതിൻ്റെ ദീപാലങ്കാരത്തിൻ്റെ സ്വിച്ച് ഓൺ ക്രമമാണ് ഇന്ന് നടക്കുന്നത്. ഇത് തെളിയുന്നതോടുകൂടെ ഈ ലോകം മുഴുവൻ പ്രകാശവും പ്രത്യാശയും ഉണ്ടാകുമെന്നാണ് ഈ ജനം മുഴുവൻ കരുതുന്നത്. ഈ പ്രത്യാശയും പ്രകാശവും എല്ലാവരുടെ ജീവിതത്തിലേക്കും എല്ലാവരുടെയും കണ്ണുകളിലേക്കും അവരുടെ ജീവിതകാലം മുഴുവൻ, പ്രത്യേകിച്ച് ഈ വർഷം മുഴുവൻ ഉളവാകുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഈ തിരുനാളിൻ്റെ വിജയത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും വലിയ സാന്നിധ്യം കൊണ്ട് ഇവിടെ വന്ന് ഈ തിരുനാൾ ആഘോഷം സമ്പന്നരാക്കിച്ച എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് സെൻറ് ആന്റണീസ് ദേവാലയത്തിലെ ഈ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുമ്പോൾ നമ്മളുടെ കൂടെ എല്ലാവരും ഉണ്ട്. പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥനായ SI ആയ ശരത് സാറാണ് ഈ കർമ്മം ചെയ്യുന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. സാറിനെയും മറ്റെല്ലാവരെയും ഈ കർമ്മം ചെയ്യുന്നതിലേക്ക് സ്വാഗതം ചെയ്യുകയും ഈ കർമ്മം ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്ത് ക്ഷണിക്കുകയും ചെയ്തു. താങ്ക് യു. നെല്ലിക്കുന്ന് മാർ തിമോത്തിയോസ് പള്ളി വജ്ര ജൂബിലി ആഘോഷങ്ങൾ ജനുവരി 10, 11, 12, 13 തീയതികളിൽ ആഘോഷിക്കുന്നു. വജ്ര ജൂബിലിയുടെ ഭാഗമായി കഴിഞ്ഞ വർഷം 10 ലക്ഷം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കരുതൽ സ്പർശം എന്ന പേരിൽ ഇടവകയിലും സമൂഹത്തിലും നടത്തിവരുന്നുണ്ട്. തൃശൂരിലെ 2 ആശുപത്രികളിലെ 120 ഡയാലിസിസ് രോഗികൾക്ക് ചികിത്സാ സഹായം നൽകി വരുന്നുണ്ട്. 11 വൈകിട്ട് 6:30 റംഷ പ്രാർത്ഥന, 7 മണിക്ക് പ്രദക്ഷിണം, സ്നേഹവിരുന്ന്, ആകാശവർണ്ണ കാഴ്ചകൾ തുടങ്ങിയവ ഉണ്ടായിരുന്നു. 12 ഞായറാഴ്ച രാവിലെ മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപൊലീത്തയുടെ കാർമ്മികത്വത്തിൽ തിരുനാൾ കുർബാനയും തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടാകും. വൈകിട്ട് 3 മണി മുതൽ യൂണിറ്റുകളിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് തമ്പോലം ആരംഭിക്കും. രാത്രി 9 മണിക്ക് നെല്ലിക്കുന്ന് സെന്ററിൽ മേളസംഗമം നടക്കും. വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലുള്ള ചാവക്കാട് ICDS പ്രൊജക്ടിന്റെ പരിധിയിലുള്ള പുന്നയൂർകുളം പഞ്ചായത്തിലെ അംഗൻവാടി സെന്റർ സക്ഷം പരിധിയിൽ ഉൾപ്പെടുത്തി നവീകരണം നടത്തുന്നതിന് വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും കൊട്ടേഷൻ ക്ഷണിച്ചു. കൊട്ടേഷനുകൾ ജനുവരി 22 ഉച്ചയ്ക്ക് 2 മുൻപ് ലഭിക്കണം. ഫോൺ 0487250770 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. തലക്കോട്ടുകര പള്ളിയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയാറിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിനെ കൊടിയേറി. തലക്കോട്ടുകര വിശുദ്ധ ഫ്രാൻസിസ് സേവിയാർ ദേവാലയത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയാറിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിനെ ചൊവ്വന്നൂർ പള്ളി വികാരി റവറൻ ഫാദർ തോമസ് ചൂണ്ടൽ കൊടിയേറ്റി. ജനുവരി 17, 18, 19, 20 തീയതികളിലാണ് തിരുനാൾ ആഘോഷം കൊണ്ടാടുന്നത്. തിരുനാളിനെ ഒരുക്കമായി ജനുവരി 18 വരെ നവനാൾ തിരുകർമ്മങ്ങളും ലതീൻ നൊവേന എന്നിവയും ഉണ്ടായിരിക്കുന്നതാണ്. ജനുവരി 17 വെള്ളി നവനാൾ തിരുകർമ്മങ്ങൾക്ക് ശേഷം ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം അമല മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻ ഫാദർ ആന്റണി പെരിഞ്ചേരി നിർവഹിക്കുന്നതാണ്. തുടർന്ന് നടക്കൽ മേളം അരങ്ങേറുന്നതാണ്. തിരുനാൾ തലേ ദിവസമായ ജനുവരി 18 ശനിയാഴ്ച രാവിലെ വിശുദ്ധ കുർബാന, ലതീൻ നൊവേന, പ്രസിദ്ധീന്തി വാഴ്ച, രൂപമെഴുന്നള്ളിപ്പ് എന്നിവയും കുടുംബ കൂട്ടായ്മകളിലേക്ക് അമ്പുവള എഴുന്നള്ളിപ്പും രാത്രി 11 മണിക്ക് വാദ്യമേളങ്ങളോടെ അമ്പ്, വള എന്നിവ പള്ളിയിൽ പ്രദക്ഷിണമായി സമാപിക്കുന്നതും ആയിരിക്കും. തുടർന്ന് വർണ്ണവിസ്മയം ഉണ്ടായിരിക്കും. തിരുനാൾ ദിവസമായ ജനുവരി 19 രാവിലെ 6:30 10:30 വൈകിട്ട് 4 ദിവ്യബലികൾ ഉണ്ടായിരിക്കും. രാവിലെ 10:30 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ ഫാദർ ബാസ്റ്റിൻ പുന്നോലിപ്പറമ്പിൽ മുഖ്യ കാർമ്മികനായിരിക്കും. സെന്റ് മേരീസ് മൈനർ സെമിനാറിയിലെ റവറൻ ഫാദർ പ്രിൻസ് ചിരിയങ്കണ്ടത്ത് തിരുനാൾ സന്ദേശം നൽകുന്നതും ആയിരിക്കും. ജനുവരി 20 തിങ്കളാഴ്ച വൈകിട്ട് 7 മണിക്ക് ചിറയൻകീഴ് അനുഗ്രഹ അവതരിപ്പിക്കുന്ന ചിത്തിര എന്ന നാടകം ഉണ്ടായിരിക്കുന്നതാണ്.
നടത്തറ പഞ്ചായത്ത് 2024-25 വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം നടത്തി. മൂർക്കനിക്കര സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി. രഞ്ജിത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു കാട്ടുങ്ങൽ, MS അശോക് കുമാർ, ജിനിത സുഭാഷ്, സിന്ധു ഉണ്ണികൃഷ്ണൻ, TP മാധവൻ, ICDS സൂപ്പർവൈസർ ഫാത്തിമ കരീം തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമസഭകളിൽ നിന്നും ലഭിച്ച അപേക്ഷകളുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പരിധിയിലെ 100 പേർക്കാണ് കട്ടിൽ വിതരണം നടത്തിയത്. നടത്തറ ഗ്രാമപഞ്ചായത്തിൻ്റെ 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള വയോജനങ്ങൾക്കുള്ള കട്ടിൽ എന്ന പദ്ധതിയുടെ ഉദ്ഘാടനത്തിനാണ് നമ്മളിവിടെ ഒത്തുചേർന്നത്. നമുക്ക് ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ 100ഓളം കട്ടിലാണ് നമ്മൾ ആദ്യഘട്ടത്തിലെ ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതി പണം ഉപയോഗിച്ചുകൊണ്ട് ഇന്നിവിടെ വിതരണം ചെയ്യുന്നത്. തുടർന്ന് നമുക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ വിഹിതം ലഭിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കട്ടിലുകൾ ഇനി ഈ വിഭാഗത്തിലെ ബാക്കിയുള്ള ലിസ്റ്റിലെ കൂടി ആളുകൾക്ക് നൽകാൻ സാധിക്കുന്നതാണ്. ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ കട്ടിൽ വിതരണം മാത്രമല്ല, വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ധാരാളം പദ്ധതികൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു പദ്ധതി വിഹിതത്തിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിനും ശാരീരിക സൗഖ്യത്തിനും വേണ്ടി യോഗ പരിശീലനം അടക്കം ഉള്ള സംവിധാനങ്ങൾ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹകരണത്തോടു കൂടി വയോമിത്രം എന്ന ക്യാമ്പയിൻ വഴി നമ്മുടെ അതാത് പ്രദേശങ്ങളിൽ വന്ന് മാസം തോറും വയോജനങ്ങൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പുകളും ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്ന് വിതരണവും ഒക്കെ എല്ലാ മാസവും നടന്നു വരുന്നുണ്ട്. തിരിച്ചെത്താം ഒരു വേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നീരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. SBS ഗോൾഡ്, നാദം റോഡ്, ഇളംതുരുത്തി. നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ SBS ഗോൾഡിൽ ഹോൾസെയിൽ വിലയേക്കാളും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സ്വർണം, വെള്ളി ആഭരണങ്ങൾ സാധാരണക്കാർക്കായി ഡിസ്കൗണ്ടും ഓഫറും. അപ്പോ എങ്ങനെയാ SBS ഗോൾഡിലേക്ക് പോവല്ലേ? SBS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. SBS ഗോൾഡ് ജ്വല്ലേഴ്സ്, നാദം വഴി, ഇളംതുരുത്തി. ഫോൺ 9746196434. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. എറണാകുളം ജില്ലയിലെ സർക്കാർ ആരോഗ്യ കേന്ദ്രത്തിൽ പാലിയേറ്റീവ് കെയർ നഴ്സിന്റെ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നു. BSc നഴ്സിംഗ്, GNM, ANM എന്നിവയിൽ ഏതെങ്കിലും കോഴ്സ് പാസ്സായ പാലിയേറ്റീവ് നഴ്സിംഗ് സർട്ടിഫിക്കറ്റും നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. 41 വയസ്സ് കവിയാത്ത എറണാകുളം ജില്ലയിലെ ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ജനുവരി 14 മുൻപ് രജിസ്റ്റർ ചെയ്യണം. 24,520 രൂപയാണ് ശമ്പളം. പൊങ്ങണങ്ങാട് സെന്റ് മേരീസ് പള്ളിയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് തുടക്കമായി. ജനുവരി 11, 12, 13 എന്നീ തീയതികളിലാണ് തിരുനാൾ ആഘോഷം നടത്തുന്നത്. തിരുനാളിന്റെ ഭാഗമായുള്ള രൂപക്കൂട് എഴുന്നള്ളിപ്പ് ചടങ്ങിനെ ഫാദർ പോൾ ചാലിശ്ശേരി കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പള്ളിയിൽ ഒരുക്കിയ ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം ഒല്ലൂർ ACP സുധീരൻ നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ജോബി ചുള്ളിക്കാടൻ, കൈക്കാരന്മാരായ ജോഷി ചെറുമടം, ജോഷി മാരിപ്പുറം, പ്രകാശൻ കുണ്ടുകുളങ്ങര, ജോഷി വടക്കൂട്ട്, ജനറൽ കൺവീനർ റിനോയ്, ജോണി തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്നും വർദ്ധിച്ചു.
ഇന്ന് 120 രൂപ വർദ്ധിച്ച് ഒരു പവന് സ്വർണത്തിന്റെ വില 58,288 രൂപയായി. 7,286 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 57,200 രൂപയായിരുന്നു ഒരു പവന് സ്വർണത്തിന്റെ വില. 10 ദിവസം കൊണ്ട് 1000 രൂപയുടെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. 3-ന് 58,000 മുകളിൽ എത്തിയ സ്വർണ്ണവില അടുത്ത ദിവസം 58,000 താഴെ പോയി. തുടർന്ന് ഏതാനും ദിവസം മാറ്റമില്ലാതെ തുടർന്ന സ്വർണ്ണവില കഴിഞ്ഞ ദിവസമാണ് വീണ്ടും 88,000 മുകളിൽ എത്തിയത്. ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ. ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടിയും. മണ്ണുത്തി സ്നേഹദീപ്തി സ്പെഷ്യൽ സ്കൂൾ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പുല്ലാനിക്കാട് പുന്നംപറമ്പ് BMDC റോഡ് നിർമ്മാണോദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. ഉല്ലൂരിലെ അംഗീകൃത അറവുശാലകളിൽ നിന്ന് അറക്കാത്ത മാംസം പിടികൂടി ആരോഗ്യവകുപ്പ്. മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ സംയുക്ത തിരുനാളിന്റെ അലങ്കാര ദീപ സ്വിച്ച് ഓൺ കർമ്മം വടക്കാഞ്ചേരി SI K ശരത് നിർവഹിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Patikat Center, Thrissur.